ഇതു ചോദിച്ചു. അല്ലു അപ്പോൾ ചുറ്റും നോക്കി. നിറയെ പഴങ്ങളുള്ള ഒരു മരം കണ്ടു. ഇതിന് വിശന്നിരിക്കുകയായിരിക്കും, അല്ലു പറഞ്ഞു. അവർ മരത്തിൽ നിന്ന് കുറച്ച് പഴങ്ങൾ പറിച്ചു, പക്ഷിയുടെ കൂട്ടിൽ വെച്ചു. പക്ഷി സന്തോഷത്തോടെ പഴങ്ങൾ കഴിച്ചു. എന്നിട്ട് അതിന്റെ ചിറകുകൾ തുറന്നു. പക്ഷിയുടെ ചിറകിനടിയിൽ ഒരു ചെറിയ തുരങ്കം അവർ കണ്ടു. അവർ തുരങ്കത്തിലൂടെ മുന്നോട്ടുപോയി. തുരങ്കത്തിന്റെ അവസാനം അവർ ഒരു വലിയ തുറന്ന സ്ഥലത്തെത്തി. അവിടെ ഒരു വലിയ നിധിപ്പെട്ടിയിരിക്കുന്നു. നിധിപ്പെട്ടിയിൽ സ്വർണ്ണനാണയങ്ങളും തിളങ്ങുന്ന രത്നങ്ങളും നിറഞ്ഞിരുന്നു. ഇതുവിനും അല്ലുവിനും ഒരുപാട് സന്തോഷമായി. അവർ നിധിപ്പെട്ടി തുറന്നു. അപ്പോൾ നിധിപ്പെട്ടിയിൽ നിന്ന് ഒരു നേർത്ത വെളിച്ചം വന്നു. ഒരു മാന്ത്രിക ശബ്ദം പറഞ്ഞു, ധൈര്യവും ബുദ്ധിയുമുള്ളവർക്കു മാത്രമേ എന്നെ കണ്ടെത്താൻ കഴിയൂ. ഈ നിധി വെറും സ്വർണമല്ല, അറിവിന്റെയും കൂട്ടായ്മയുടെയും നിധിയാണ്. ഇതുവും അല്ലുവും നിധിയുടെ ഒരു ഭാഗമെടുത്ത് ഗ്രാമത്തിലേക്ക് തിരിച്ചുപോയി. അവർ നിധിയിലെ സ്വർണം ഗ്രാമത്തിലെ ആളുകൾക്ക് കൊടുത്തു. എന്നാൽ അവർക്ക് ലഭിച്ച ഏറ്റവും വലിയ നിധി അവരുടെ സാഹസിക യാത്രയും അതിൽ നിന്ന് ലഭിച്ച അറിവുമായിരുന്നു. അവർ ധൈര്യത്തിലും ബുദ്ധിയിലും കൂടുതൽ മിടുക്കരായി.